അപ്പോ ഈ ശിവൻ, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ശിവൻ കഴുത്ത് പാമ്പിട്ടല്ലേ ശങ്കരനാണ്. മണ്ടന്മാർക്കുള്ള ക്ഷേത്രം, ബുദ്ധിമാന്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരെന്നുള്ള പറഞ്ഞത്. അപ്പൊ അങ്ങ് തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ ഇന്ന ക്ഷേത്രങ്ങളിൽ പോയി പ്രദോഷം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് വിരുദ്ധമായിട്ട് വിരുദ്ധമല്ല, നമ്മുടെ ജീവാത്മാവിനാണ് നമ്മൾ ശിവനെയാ ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിന്റെ ചൈതന്യം കുറയുകയുള്ളൂ. ചൈതന്യം കുറയുകയാണ്. ആ ചൈതന്യം കൊണ്ട് നമ്മൾ പോവുകയാണ്. പക്ഷെ ചിലര് പറയുന്നത് കൂടുതൽ ആളുകൾ വരുമ്പോഴാണ് ചൈതന്യം ഉണ്ടാകുന്നത്. കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ പൂജയും കാര്യങ്ങളും അവിടെ നാമജപം നടക്കുന്നുണ്ട്. 100% സത്യം കൊണ്ട് ജീവിക്കാൻ നടക്കില്ല. അതിന് വസിഷ്ഠ മഹർഷി ഹരിചന്ദ്രനോട് പറഞ്ഞതാ, 100% അന്യൻ്റെ ദോഷം വരുന്ന കള്ളം പറയരുത്, അവനോട് ദോഷം വരുന്ന സത്യവും പറയരുത്. അത്രയ്ക്ക് ശക്തിയാണോ? അത്രയ്ക്ക് ശക്തിയാണ് കൊടുങ്ങല്ലൂർ. പിന്നെ കൊടുങ്ങല്ലൂർ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നവരൊന്നല്ല. ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള അന്ധവിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസം. എന്നിട്ട് കേട്ടോളേ, അപ്പോൾ ഏതെങ്കിലും ഇത്ര നന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനത്തിനെ പിടിക്കാൻ വേണ്ടി തയ്യാറായി ചെന്നു. അതിൻ്റെതായുള്ള ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം ഉപയോഗിച്ച് ഇതിനെ ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ 6 വിട്ടു. 6 വിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല. പിടിച്ചാൽ അല്ലെങ്കിൽ പിന്നെ കാണണ്ടതല്ലേ, അത് പോയി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആളെന്നോട് പറഞ്ഞു, പക്ഷേ അത് അവിടെ കൊണ്ട് വിട്ടില്ല, വിട്ടോൻ്റെ വീട്ടോട്ട് വിട്ടാൽ മതിയായിരുന്നു പറഞ്ഞു. വിട്ടയാളിന് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. നമ്മളെ ഉപദ്രവിച്ച് നമ്മൾ അങ്ങനെ ചെയ്താൽ കൊള്ളാവോ? ഒരാൾ പശുവിനെ കൊന്ന് അടുത്ത ഡാമിനെ കൊന്നാൽ കൊള്ളാവോ? അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. സാറിന് എന്തെങ്കിലും തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. തിരിച്ചടി കിട്ടിയിട്ടുണ്ടോന്ന് വെച്ചാൽ എൻ്റെ പിന്നെ ഒന്നും പറയാമല്ലോ. തമിഴ്നാട്ടിൽ പിന്നെ പളനിയിൽ ഒരു വീട്ടിൽ പോയതാണ്. അവിടെ ഞാൻ തിരുവണ്ണാമല തൊഴാൻ പോകുന്നതാണ്. അപ്പോൾ പളനിക്കരു തൊഴുതേച്ച് അവിടെ തമ്പടിക്കുന്ന ഒരു കടയും വീടും കൂടെയാണ്. അപ്പോൾ അവിടെ കുളിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ പിന്നെ അവിടെ ഞാൻ ചുമ്മാ ബെല്ലിലെടുത്ത് ചുമ്മാ നോക്കി തന്നെ ഇരുന്നു. അപ്പം നോക്കിയപ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കണ്ടു. കടയിൽ വെറുതെ ഇരുന്ന് ഞാൻ നോക്കിയപ്പോൾ അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ട് ഇത് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നോക്കി, എൻ്റെ കാരണങ്ങൾ നോക്കി കാരണം ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അയാൾ ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ട് വേണ്ടി ലോഹിയാണ്. പക്ഷേ ഇയാളുടെ കാല് പോയതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെന്നപ്പോൾ ഇയാളെ കട്ടിലിരിക്കുകയുള്ളൂ, ഒരു പുറത്തും മൂടി ഇരിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. ഞാൻ പുള്ളിയായിട്ട് വർത്തമാനം പറയേണ്ട അകത്ത് കയറി ഞാൻ ചോദിച്ചു, ഇവിടെ ആർക്കാ അംഗഭംഗമുള്ളതെന്ന് ചോദിച്ചു. ഇരുന്ന് പുതപ്പെടുത്ത് മാറ്റി കാണിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ഞാൻ അറിഞ്ഞോണ്ട് ചോദിച്ചത് അല്ല പൊട്ടൊന്ന് ചോദിച്ചു, ആർക്കോ ഉണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കാല് പോയതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഇന്ന് കുറച്ചേരം വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ ആർക്കെല്ലാം കാശ് കൊടുക്കണ്ട, എന്തുമാത്രം സ്ത്രീകൾക്ക് കാശ് കൊടുക്കണ്ട ചോദിച്ചു. എന്തുമാത്രം സ്ത്രീകളുടെ പ്രാക്കുണ്ടെന്ന് ചോദിച്ചു. സ്ത്രീകളുടെ പ്രാക്ക് കണ്ടമാനമുണ്ട്. നിങ്ങൾ ഒരുപാട് പേർക്ക് പണം കൊടുക്കാറുണ്ട് ഇവിടെ. അത് കാരണം അവർ മടുത്ത് നിങ്ങളോട് ആഭിചാര പ്രവർത്തിച്ചു ഇവിടെ എല്ലാം കിടപ്പുണ്ട്, ഈ റോഡിൽ വരെയും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് മാറ്റിത്തരാമെന്ന് ഞാൻ പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ എടുക്കാമെന്ന് കണ്ടു, ഞാൻ എടുത്തു. അത് മാന്തുമൊന്നും ചെയ്തതല്ല. ഞാൻ പറഞ്ഞ ശങ്കിനകത്ത് എടുത്തു. അവിടെ ഒരു പൊയ്കയുണ്ട്. ആ പൊയ്കയെ കൊണ്ട് വെള്ളത്തിൽ ഒഴിച്ചേക്കാതെ ഒഴുക്കുള്ളത്ത് വേണം. പക്ഷേ അവിടെ അങ്ങ് ഒഴുക്കുള്ള വെള്ളമില്ല. ഞാൻ ചെന്നപ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് താന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത് വേലി കെട്ടി വെച്ചിരിക്കുക. ഇതും കൊണ്ട് തിരിച്ചു പോരാൻ പറ്റുമോ? എന്നാ ചെയ്യുന്നത്? അവസാനം ഈ ശങ്കനകത്തെ വെള്ളം ഞാൻ നീട്ടി ഒഴിച്ചു. എൻ്റെ സ്വന്തം സാറേ അത് തുള്ളി ആ വെള്ളത്തിൽ വീണില്ല, മുഴുവൻ കരയ്ക്ക് വീണു. ഈ എനർജി മുഴുവൻ എൻ്റെ കൂടെ കൂടി. അന്നേരം ഒന്നും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് തിരുവണ്ണാമല പോയി തൊഴിലും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അസ്വസ്ഥയായി. അന്നേരമാണ് അന്നേരം എനിക്ക് ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു. വയ്യായികയുണ്ട് എന്നതാണെന്ന് അന്നേരം. ഞാനത് നോക്കില്ല. ഞാൻ ഏതായാലും എന്നാ എൻ്റെ പ്രശ്നം എന്നറിയാൻ വേണ്ടി, എൻ്റെ കാര്യം അറിയാൻ വേണ്ടി ഞാൻ വേറെ ജ്യോതിഷിയുടെ എത്തിയിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം കാര്യം പെൻഡുലത്തിൽ നോക്കാൻ ചിലപ്പോൾ തെളിയത്തില്ല. സ്വന്തം കാര്യം നോക്കിയാൽ തെളിയില്ല. എൻ്റെ കാര്യം നോക്കും ഞാൻ വേറെ എവിടെയെങ്കിലും പോയി നോക്കും. മറ്റൊരാളുടെ ഞാൻ നോക്കും. എൻ്റെ കാര്യം നോക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കും. പക്ഷെ അതിന് ബോധ്യം വരാൻ വേണ്ടി ഞാൻ മറ്റൊരാളുടെ അടുത്തില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ എത്രയും വേഗം ഇത് മാറ്റം ചെയ്യണം, ആൾ വീഴുവേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ ചെയ്യണ്ടേ? വള്ളിയാങ്കാവിൽ പോകാമെന്ന് ചോദിച്ചു. ഇവിടെ മുണ്ടക്കയത്ത് വള്ളിയാങ്കാവ് അത് ഉഗ്രമൂർത്തിയാണ്. ഞാൻ പറഞ്ഞു പോകാം, ഒഴിവ് നോക്കിയിട്ട് അവിടെ പിടിക്കലേ കേസ്.
ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം അല്ലാണ്ട് ഈ 2 ഒഴിവ് നോക്കുക എന്ന് പറയുമ്പോ ഈ ശംഖ് കറക്കി അതാണ് ഒഴിവ് നോക്കുന്നത്. ഒഴിവ് നോക്കുന്ന ശങ്കല്ല, അത് ഈ പിന്നെ ശങ്കം എന്ന് വെച്ചാൽ കബഡി, അത് പരല്. അതുകൊണ്ട് തന്നെ അത് ഉരുട്ടി അതിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇത്ര എണ്ണം ആണെങ്കിൽ ദ്രാവാണ്, ത്രാൻരാശിയാണ്, വൃശ്ചികമാണ്, കന്നിയാണ്, ഇങ്ങനെ അതിൻ്റെ എണ്ണമുണ്ട്. ആ എണ്ണങ്ങൾക്കൊക്കെ അവർ രാശി പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി പറഞ്ഞപ്പം വെള്ളിയാങ്ക് അവരെ പിടിക്കുകയില്ല. ചോറ്റാനിക്കരയ്ക്ക് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പോകാം. ഞാൻ പറഞ്ഞു ശരി. ഒഴിവ് നോക്കിയപ്പോൾ അവിടെയും പിടിക്കില്ല. ചോറ്റാനിക്കരയും വള്ളിയാങ്കാലും പിടിക്കില്ല, ചോറ്റാനിക്കരയും ചോറ്റാനിക്കര ഇവിടെ അടുത്താണല്ലോ. എന്നതാ പുള്ളിക്കാരത്തി ചോദിച്ചു, എന്നതാ എൻ്റെ ചേട്ടാ ഇത് എവിടെ ചെന്ന് കിട്ടിയതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അടുത്ത മാർഗ്ഗം എന്നാ, കൊടുങ്ങല്ലൂർക്ക് പോകാമെന്ന് ചോദിച്ചു. ഇനി പോകാം. അവസാനം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞേ ഉള്ളൂ, വേറെ എന്നതായാലും. അങ്ങനെ കൊടുങ്ങല്ലൂർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുങ്ങല്ലൂർ ചെന്നു. വഴിപാടും പറഞ്ഞു തന്നു. ഏതായാലും അവിടെ ചെന്നപ്പോൾ അവിടെ തവിടുംപുത്തി എന്ന് പറയുന്ന മൂർത്തിയുണ്ട് ആ കൊടുങ്ങല്ലൂർ വെളിയിൽ. അവിടെ ചെന്ന് അരിപ്പൊടി ആദ്യമേ തലക്കൊഴിഞ്ഞിട്ട് ആ വിഗ്രഹത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന്, അവിടെ സ്ത്രീ ആയിരിക്കുന്നത്, അവരെൻ്റെ തലക്കൊഴിഞ്ഞ ഒരു 50 കിലോ ഭാരം എൻ്റെ തലേന്ന് പോയാൽ എനിക്ക് അതിൻ്റെ ആശ്വാസമാണ്. ഒരു 50 കിലോ ഭാരം നോക്കും എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ആശ്വാസം എനിക്ക് ആ പോലെ. അവിടെ ഒരു മസൂരിമാല എന്ന് പറയുന്ന മുഹൂർത്തമുണ്ട്. അവിടെ ചെന്ന് പിന്നെ മഞ്ഞൾ ഒഴിഞ്ഞിട്ടു. ഞാൻ സ്വന്തം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വഴിപാട് കഴിക്കണ്ട. വഴിപാട് കഴിക്കാൻ അവിടെ കൗണ്ടറിൽ ചെന്നു, രാവിലെ നിന്നു, വഴിപാട് കഴിഞ്ഞു വന്നു. അങ്ങനെയാണ് എൻ്റെ ആ പ്രശ്നം തീരുന്നത്. അവിടെ ചെന്ന് എല്ലാം തീർന്നു. എല്ലാം തീർന്നു. അത്രയ്ക്ക് ശക്തിയാണോ? അത്രയ്ക്ക് ശക്തിയാണ് കൊടുങ്ങല്ലൂർ. പിന്നെ കൊടുങ്ങല്ലൂർ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്ന പോലെയൊന്നല്ല. കൊടുങ്ങല്ലൂർ ഭയങ്കര ശക്തിയാണ്. ഏത് പ്രേതബാധ ബാധിച്ചു കഴിഞ്ഞാൽ പ്രേതബാധകൾ നീക്കുവാനും തീരുന്നത് കൊടുങ്ങല്ലൂർ എന്നാൽ തീർന്നിരിക്കും, തീർക്കാൻ പറ്റും. അവർ ജ്യോതിഷികൾ നമ്മൾ പറയുന്ന വഴിപാടുകൾ കാര്യം ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കില്ല, പല ദിവസം നമ്മൾ ചിലപ്പോൾ അവിടെ ബുദ്ധിമുട്ടേണ്ടി വരും. അവിടെ തീരും. കൊടുങ്ങല്ലൂരാണ് ഇതിലെ ശത്രുസംഹാര മൂർത്തിയാണ്. കോപിച്ചിരിക്കുന്ന ദേവത, അല്ലാണ്ട് അത്ര സന്തോഷിച്ചിരിക്കുന്നില്ല, ദേഷ്യപ്പെട്ടിരിക്കുന്നതാണ്. സാധുജനങ്ങളോട് നല്ല സ്നേഹമാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് ഈ പണികളൊക്കെ നടക്കുള്ളൂ. നമ്മളവിടെ പോയി അഹങ്കാരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയും കിട്ടും. നമ്മൾ മര്യാദക്കൊക്കെ ജീവിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിരീശ്വരവാദിയായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ അഹങ്കാരം കാണിക്കരുത്. നിരീശ്വരവാദി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ അന്യനെ ഉപദ്രവിക്കുന്ന പണി കാണിക്കരുത്. സാറേ 100% സത്യം കൊണ്ട് ജീവിക്കാൻ നടക്കില്ല. അതിന് പണ്ട് വസിഷ്ഠ മഹർഷി പിന്നെ ഹരിചന്ദ്രനോട് പറഞ്ഞതാണ്, 100% അന്യൻ്റെ ദോഷം വരുന്ന കള്ളം പറയരുത്, അവനവന് ദോഷം വരുന്ന സത്യവും പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളല്ലേ കൂടുതലും കള്ളത്തരങ്ങളാണെങ്കിലും വെറുതെ ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണെങ്കിലും ചെയ്യുന്ന. അല്ല, ഇത്തരത്തിൽ ഇപ്പോൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാധയുണ്ട്, ഭൂതമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉണ്ടെങ്കിലേ ഉണ്ടാകാവുള്ളൂ. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് കളിപ്പിക്കരുത്. ഇത് എവിടെ കൊണ്ട് തീർക്കും ഈ കടം? ഇത് കാണാൻ ആളുണ്ടെന്ന് ഓർക്കണം. ചുമ്മാ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുകയോ ഉള്ള കാര്യം ഇല്ലെന്ന് പറയുകയും ചെയ്യരുത്. 50 ലക്ഷം ഇതൊക്കെ ശരിയാണ്. ഞാൻ പേപ്പർ വായിക്കാറുണ്ട്. അങ്ങനെയൊന്നും മനുഷ്യൻ ചെയ്യരുത്. അത് ആകാവുന്നതേ ചെയ്യാവുള്ളൂ, ചെയ്യാൻ പാടില്ല. ഞാൻ ഇതുവരെ ആരും എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തേലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല സാറേ, എന്നെക്കൊണ്ട് കൊള്ളുന്നതേ ഞാൻ ചെയ്യുള്ളൂ, കൊള്ളാൻ പറ്റില്ല ഞാൻ ചെയ്യില്ല. അങ്ങനെ ഞാൻ ബോധ്യപ്പെട്ട്. ഇപ്പോൾ ഒരിടത്തൊരു ചെയ്യാൻ പറ്റത്തരങ്ങൾ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുമോ? ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എന്തിനാ ഈ പൈസ മേടിക്കുന്നത്? അതപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഇന്നാലെ വിളിക്കുന്നത്. ഉടനെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ നോക്കും എന്നെ കൊണ്ട് കൊള്ളുന്നതാണെന്ന്. കൊള്ളുന്നതാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയില്ല, ഞാൻ വരികയെന്ന് പറയുള്ളൂ, എന്നെ കൊണ്ട് നടക്കലെന്ന് പറയും. അല്ലാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ അപ്പോഴേ ഫോൺ കട്ട് ചെയ്യും. കട്ട് ചെയ്യും. എന്നെ കൊണ്ട് പറ്റില്ലാത്ത ഞാൻ ചെയ്യില്ല സാറേ. ഞാൻ കളിപ്പിക്കാൻ തയ്യാറില്ല, ഞാൻ ചെയ്യാം. സാറേ പറ്റില്ലാത്ത കാര്യം തലയിട്ട് ഞാൻ ഈ മേട അനുഭവിക്കേണ്ട കാര്യമില്ലുണ്ടോ? മുമ്പേ പറഞ്ഞാൽ ഓട്ടം പിടിക്കാനോ എന്നെ കൊണ്ട് പറ്റുകയില്ല. അതൊന്നും സാധ്യതയുള്ള കാര്യമൊന്നുമില്ല. ചിലർ ഈ സാധനം മാന്തിക്ക് ചിലർക്ക് ബോധക്കേടുണ്ടാവും. ഈ അടുത്ത നാളൊരു സംഭവം ഉണ്ടായത്, മാന്തിച്ച് ആ മണ്ണെടുത്തുകൊണ്ട് കളഞ്ഞില്ല. പിറ്റേ ദിവസം അവിടുത്തെ പേങ്കച്ച് കൊണ്ട് തോട്ടിക്കൊണ്ട് ഇടാനായിട്ട് കുടഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ കൊച്ചിന് ബോധക്കേടുണ്ടായി. ആ നെഗറ്റീവ് എനർജിയുടെ ദോഷമാണ്. പെൺപിള്ളേരെ കൊണ്ടൊന്നും ഈ സാധനം തൊടിയിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ അവരുടെ എനർജി ബോഡിയും മറ്റുള്ള എനർജി ബോഡിയായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് പുരുഷന്മാരുടെയും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളെ കൊണ്ട് ഇതൊന്നും ഇങ്ങനെ പണിയൊന്നും ചെയ്യിക്കാറില്ല. അല്ല, അതൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ? എന്തുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളാണെങ്കിൽ രാത്രി സന്ധ്യയ്ക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല,
സ്ത്രീകൾ ഇന്ന സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല, സ്ത്രീകൾ ചില ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ സ്ത്രീകൾക്കുണ്ട്. അവർക്ക് ഈ മെൻസസ് എന്ന് പറയുന്നത് അവർക്കല്ലേ ഉള്ളൂ, പുരുഷൻ മെൻസസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം ശരീരം ശുദ്ധിയാകുന്നു അശുദ്ധിയാകുന്നുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള ഹിന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും പോകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പോകരുതെന്ന് പറയുന്നത്. ശരീരത്തിന് അല്ല, അവർക്ക് പ്രേതം ബാധിക്കും, അങ്ങനെ അവർക്ക് പ്രേതം ബാധിക്കുന്നത് സ്ത്രീകൾക്കല്ല പുരുഷനും ബാധിക്കും. അല്ലാണ്ട് സ്ത്രീക്ക് മാത്രമൊന്നുമല്ല, സ്ത്രീക്കും ബാധിക്കും പുരുഷനും ബാധിക്കും. അല്ല, സന്ധ്യ സമയത്ത് തലമുടി അഴിച്ചിട്ട് പോയി പിന്നെ യക്ഷിമിറ്റൊക്കെ തലമുടി അഴിച്ചിട്ട് നടക്കുന്നത്, അത് ക്ഷേത്രങ്ങളിൽ തലമുടി അഴിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ മൂർത്തികൾക്ക് അരിശം വരും. ഈ മൂർത്തികളെന്ന് പറയുന്നത് സാറേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതും മനുഷ്യരായിരുന്നു, ദേവതമാരായതാണ്. അവരുടെ കർമ്മം കൊണ്ട് ദേവതമാരായതാണ്. മനുഷ്യർ തന്നെ 33 കോടി ദേവകളെന്ന് പറയുന്നുണ്ട്, മനുഷ്യർ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് 33 കോടി ദേവതകളും മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. അവർ പിന്നീട് അവർ ദേവതമാരായതാണ്, അവരുടെ കർമ്മം കൊണ്ട് ദേവതമാരായതാണ്. ഇതെല്ലാം സാറേ ഇതിനെല്ലാം മരണമുണ്ട്. ദേവതമാരാന്ന് എനിക്കും ദേവതയാകാൻ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം. ഈ പറയുന്നത് സാറേ നമ്മൾ ഹിന്ദുവിൻ്റെ തത്വം രചിച്ച ഒറ്റ ദേവനയുള്ളൂ. അത് നിറമില്ല, മണമില്ല, ഗുണമില്ല, രൂപമില്ല, ഒന്നുമില്ല, ഒരു പോയിന്റ് മാത്രം. അത് മാത്രമേ ഉള്ളൂ. അതാ സദാശിവൻ എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതിൽ ആദിയില്ല, അന്തമില്ല, ഒന്നുമില്ല, അതേ ഉള്ളൂ. ശിവൻ, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ശിവൻ കഴുത്ത് പാമ്പിട്ടതല്ലേ, ശങ്കരനാണത്. ശിവൻ വേറെ, ശങ്കരൻ വേറെ. അങ്ങനെയാണ് ശിവൻ ശങ്കരൻ. അതാണ്, അത് ദേവതയാണ്. മറ്റേത് ഈ ദൈവം സദാശിവനും ശങ്കരനും ഒന്ന് തന്നെയാണ് അല്ല, രണ്ടാണ്. സദാശിവനും ശങ്കരൻ ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവന്, അതായത് ശങ്കരൻ എന്ന് പറഞ്ഞ ആൾ. വിഷ്ണു, ബ്രഹ്മ ഇതെല്ലാം ഒന്ന് തന്നെ. ഇതിൽ 3 ഘട്ടങ്ങളായിട്ട് 3 സ്വഭാവമാണെന്ന് മാത്രം. ഇതിൻ്റെ എല്ലാം അപ്പുറം ഇതൊക്കെല്ലാം അവസാനം സദാശിവൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആദ്യം അറിയത്തില്ല, അവസാനം അതൊരു രൂപമില്ല, ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അനാകൃതിയും രൂപങ്ങളൊന്നുമില്ല. ഇതാണ് ഹിന്ദുവിൻ്റെ തത്വം. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അത് തന്നെ. മുസ്ലിമിൻ്റെ അതെ, ക്രിസ്ത്യാനിറ്റി എല്ലാം അത് തന്നെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഈശ്വരൻ അത് മാത്രമേ ഉള്ളൂ, ഒരു ആകൃതിയും രൂപമൊന്നുമില്ല. അതല്ലേ മുസ്ലിം പറയുന്നത്, പിന്നെ ഈശ്വരൻ്റെ രൂപം കൊത്തുന്നതുകൊണ്ട് ഇവരെ കൊന്നുകളയണമെന്ന് പറയുന്നത്. ഈശ്വരൻ്റെ രൂപമില്ല എന്നുള്ളതാണ്. ദേവതമാർക്ക് രൂപമുണ്ട്, സദാശിവന് രൂപമില്ല. ശിവനും പാർവതിക്കും എല്ലാ ആകൃതിയും രൂപമൊക്കെ ഉണ്ട്. ഈ ആദിപരാശക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീ രൂപം തന്നെയാണ് പറയുന്നത്. ആദിപരാശക്തി എന്ന് പറയുന്നത് സ്ത്രീ ആയിട്ടാണ് കാണുന്നത്, സ്ത്രീ ദേവതയായിട്ടാണ് കാണുന്നത്. ആദിപരാശക്തിയാണ് ആദ്യം ഉണ്ടായത് എന്നല്ല, ഈ ആദിപരാശക്തി അല്ല, ഈ പറയുന്ന സദാശിവനാണ് ഉള്ളത്. അതിന് ശേഷമേ ഉള്ള ആദിപരാശക്തി. ഇതെല്ലാം അവിടെ നിന്നുള്ള ചൈതന്യങ്ങൾ മാത്രമാണ് സദാശിവനുള്ളത്. അതെ സാറേ, നമ്മൾ ആറ്റിലെ വെള്ളം ഒന്നാമത് കുടിക്കാൻ പറ്റുകയല്ലോ. നമ്മുടെ ആവശ്യത്തിന് പാത്രത്തിലെടുത്തിട്ട് അതിന് പിന്നെ ഗ്ലാസ്സിനകത്ത് എടുത്തല്ലേ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സംഗതികളല്ലേ. ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിനെ മുഴുവൻ അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടി കുറേശ്ശെ നമ്മളെയൊക്കെ ആവശ്യത്തിനുള്ള അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് മണ്ടന്മാർക്കുള്ള ക്ഷേത്രം, ബുദ്ധിമാന്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അങ്ങ് തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഇന്ന ക്ഷേത്രങ്ങളിൽ പോയി പ്രദോഷം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് വിരുദ്ധമല്ല. നമ്മുടെ ജീവാത്മാവിനാണ് നമ്മൾ ശിവനെയാണ് ചെയ്യുന്നത്. എൻ്റെ സങ്കല്പം ഈ പരമ്പരാമതിരിക്കുന്ന ശിവചൈതന്യം തന്നെയാണ്. ഞാൻ അതിനായി ശങ്കരൻ്റെ അടുത്ത് ചെല്ലുന്നത്. അതിൻ്റെ ബാക്കിയാണല്ലോ അത്. സാറെ തോട്ടിക്കൊണ്ട് വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകുന്ന ചെല്ലുന്നത് എവിടെയാണ്? ആറ്റിലെ ഒഴുകിച്ചെന്ന് കടൽ എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ പോകേണ്ട ഒരു ആവശ്യം ശിവനേരെ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അവൻ വീട്ടിലിരുന്ന അവൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ശരീരത്തെ സംരക്ഷിക്കണം. ശരീരത്തെ വെച്ചാൽ ഈ സ്ഥൂല ശരീരമല്ല, ശരീരത്തിനകത്തൊരു സൂക്ഷ്മ, അതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ക്ഷേത്രങ്ങളിൽ പോകണ്ട. ഒരു ദൈവങ്ങളില്ല. ദൈവങ്ങളുണ്ട്, അത് ദൈവം നമ്മളിലുണ്ട്. പിന്നെ നമ്മളെന്തിനാ പോകുന്നത്? ഈ ഷടാധാരങ്ങളെ സ്പന്ദനം ചെയ്യുന്ന മന്ത്രം കൊണ്ട് ഉപാസന ചെയ്യുമ്പോൾ ഈശ്വരൻ നമ്മളിലുണ്ടെന്നേ. ഇപ്പോൾ പത്തേകാളിയുടെ മന്ത്രമാണ്, മൂലമന്ത്രം ഉപയോഗിച്ച് നമ്മൾ ആ ചൈതന്യം വർദ്ധിക്കും. മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ മൂലമന്ത്രം അത് നമ്മളിൽ വർദ്ധിക്കും. ക്ഷേത്രത്തിൽ പോകുന്നത് എളുപ്പം ഈശ്വര ചൈതന്യം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. അതാ മണ്ടന്മാരെന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർന്നല്ല, ആധ്യാത്മിക ജ്ഞാനം ഇല്ലാത്തവർക്കുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ആധ്യാത്മിക ജ്ഞാനം തപസ് ചെയ്ത മഹർഷിമാർ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? ഇല്ല.
അവരെങ്ങും പോകാറൊന്നുമില്ല. ഈ കാട്ടിൽ കൂടെ തപസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ക്ഷേത്രത്തിൽ ആരും പോകുന്നില്ല. ആധ്യാത്മജ്ഞാനം ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോലുള്ളവർക്ക് ആവശ്യം, നമുക്ക് അതിന് ജ്ഞാനം കുറവാണ്. അത് കാരണം ആ ഈശ്വരീയ ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഈ ദേവന് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ ദേവൻ്റെ ചൈതന്യം കുറയുക ചെയ്യുന്നത്. അത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പറയുന്ന കൂടുതൽ അഭിഷേകം ചെയ്യുകയും പൂജ ചെയ്യുകയും നിവേദ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ എനർജി കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിന്റെ ചൈതന്യം കുറയുകയുള്ളൂ. ചൈതന്യം കുറയുകയാണ്. ആ ചൈതന്യം കൊണ്ട് നമ്മൾ പോവുക ചെയ്യുന്നത്. പക്ഷെ ചിലര് പറയുന്നത് കൂടുതൽ ആളുകൾ വരുമ്പോഴാണ് ചൈതന്യം ഉണ്ടാകുന്നത്. കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ പൂജയും കാര്യങ്ങളും അവിടെ നാമജപം നടക്കുന്നുണ്ട്, ജപം നടക്കുന്നുണ്ട്. അന്നേരം കൂടുതൽ പോസിറ്റീവ് എനർജി അവിടെ ചെല്ലും. അതാ വർദ്ധിക്കുന്നത്. അവിടെ ചെന്ന് ക്ഷേത്രത്തിൽ ചെന്ന് സമൂഹമായിട്ട് നാമം ചോദിച്ച് അറിയണമല്ലോ, ആ ദേവൻ്റെ ചൈതന്യം 10 ഇരട്ടിയാണ് വളരുന്നത്. ഈ ചൈതന്യം അവിടെ കൂടുതൽ വർദ്ധിക്കുന്നത്. ഇത് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രം ആ വിഗ്രഹം എന്ന് പറയുന്ന സാധനം. വിശേഷേണ അറിയേണ്ട സാധനം ക്ഷേത്രം എന്ന് പറയുന്നത്. വിഗ്രഹം വിശേഷേണ അറിയേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകം അളവാണ്, ആകൃതിയാണ്, ഇതെല്ലാം ഉണ്ട്. അല്ലാണ്ട് കാണുന്നവർ ചുമ്മാ ഒരു കല്ലെടുത്ത് വെച്ച് ദേവനാന്ന് പറയില്ല. അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന രീതിയിലുള്ള അന്ധം എല്ലാം ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിന് അറിവുള്ളവർ തന്നെയാണ്. ഭൃഗു മഹർഷിയാണ് ഈ ക്ഷേത്രം കണ്ടുപിടിച്ചത്. ഭൃഗു മഹർഷിയാണ്. അപ്പോൾ എന്തിനാ ഈ ആധ്യാത്മികജ്ഞാനം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ട് എളുപ്പമാർഗ്ഗം ഈശ്വരചൈതന്യം കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി ഇപ്പം മനുഷ്യനൊന്നും ചെല്ലുകയെന്ന് വിചാരിച്ചോളെ, ആ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ചൈതന്യങ്ങളൊന്നും പൂജ കാര്യങ്ങൾ ചെയ്തില്ല. ആളുകൾ പോകുന്നുണ്ട്, ആൾ പൂജയും കാര്യങ്ങൾ ചെയ്തില്ല. ദേവൻ്റെ ചൈതന്യത്തിന് കുറവ് വരും, മാത്രമല്ല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ദോഷങ്ങളുണ്ടാവും. ഈശ്വരചൈതന്യം കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. നമുക്ക് അവിടെ നല്ലത്, നമുക്ക് നല്ലത്. ആ ചൈതന്യം നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നാമം ചെയ്യുമ്പോൾ ആ എനർജി അവിടെയും കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് പോകുന്നത്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ. അതെ അതെ, അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങിക്കുക. അതെ, അത് നമ്മൾ അവിടെ ചെന്ന് ദേവൻ്റെ അടുത്ത് എനിക്ക് ഭഗവാൻ എനിക്ക് അത് വേണം ഇത് വേണം ഇത് പറയേണ്ട കാര്യമില്ല. ആ ദേവൻ അറിയാം ഇവൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ക്ഷേത്രങ്ങളിൽ പോയി ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല. ഒരു ആഗ്രഹവും പറയാൻ പാടില്ല. നമ്മൾ പോയി തൊഴുതു അഹം ബ്രഹ്മാസ്മി, നീ തന്നെ ഞാൻ തന്നെ നീ എന്ന് പറഞ്ഞ് നമ്മൾ തൊഴുത് നാമം ജപിക്കുക, ദേവൻ്റെ നാമം ജപിക്കുക. ജപിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി കൊണ്ടാൽ മതി. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വിചാരം ചെന്ന് വല്ലതും ചോദിച്ചോ? ഇല്ല. അത് തന്നെ തത്വം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ചെന്ന് ആവശ്യമുള്ള കൊടുക്കും, ആവശ്യത്തെ കൂടുതൽ കൊടുത്തു വിടും. അത് കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മഹാലക്ഷ്മി ചാടി കൈക്ക് പിടിച്ചത്, എന്നെയും കൂടെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് തന്നെ തത്വം. നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്ത് ആഗ്രഹം കൂടാണ്ട് കർമ്മം ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആഗ്രഹങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഫലത്തിന് കുറവാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം സമയത്ത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും ചോദിക്കാതെ കഴിഞ്ഞാൽ ഇന്നത്തെ രീതി അഴിച്ച് കളിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. അത് കാരണം എന്ത് വേണ്ടി നേരത്തെ കുട്ടി നമ്മൾ ഇന്ന കാര്യത്തിന് ഇന്ന തുകയെന്ന് പറയും. അത് മനസ്സുകൊണ്ട് തന്നേക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തു വിടുന്നത്. ഇന്നത്തെ കാലസ്ഥിതി ഒന്നും അവർ ചിന്തിക്കില്ല.